അസ്സലാമലൈക്കും. ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഈ ഒരു വീടിന് 60 വർഷത്തോടെങ്കിലും പഴക്കം വരും കേട്ടോ. പിന്നെ ഒരു കുളവും കുറേ പഴയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു തറവാട് വീട്. അപ്പോൾ എന്നോട് കുറേ പേരായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശയുടെ റെസിപ്പി ചോദിക്കണം. അപ്പോൾ എന്നെക്കാട്ടിൽ നന്നായിട്ട് ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഉമ്മയുടെ റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 1 കപ്പ് പച്ചരിക്ക് 3/4 കപ്പിനടുത്ത് ഉഴുന്ന് പരിപ്പും 1/2 ടേബിൾ സ്പൂൺ ഉലുവയും പിന്നെ 4 ടേബിൾ സ്പൂണോളം പുഴുങ്ങലരിയും കൂടെ ആഡ് ചെയ്ത് കഴുകി ഒരു 5 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അതിനുശേഷം ഇത്രത്തോളം ചോറ് ആഡ് ചെയ്തിട്ട് ഇത് നന്നായി അരച്ച് ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മൾ സ്വന്തം വീടായതുകൊണ്ട് തന്നെ എണീക്കാൻ കുറച്ച് ലേറ്റായി. ഞാൻ വരുമ്പോഴത്തേനും ഉമ്മച്ചി ഉപ്പൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കി വെച്ചത്. അതുകൊണ്ട് എനിക്ക് ഇത് പൊങ്ങി വന്നിട്ടുള്ള വീഡിയോ കിട്ടിയില്ല കേട്ടോ. ഇനി മസാല പ്രിപ്പയർ ചെയ്യാൻ പൊട്ടറ്റോൾക്ക് കുറച്ച് സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വേപ്പിൻ്റെ ഇലയും വറ്റൽമുളകും കൂടെ ആഡ് ചെയ്യണേ. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പൊട്ടറ്റോ ആഡ് ചെയ്തിട്ട് ഒന്ന് തിക്കായി വരുന്ന സമയത്ത് മല്ലിയില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മസാല റെഡി. ഇനി ദോശ നല്ല ചൂടുള്ള പാനിൽ ഇതേപോലെ ഒന്ന് ചുറ്റിക്കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് മസാല ഉള്ളി വെച്ചിട്ട് സംഭവം ഒന്ന് മടക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ചമ്മന്തിയും ചട്നിയും ഒക്കെ ഉമ്മിച്ചിട്ട് സ്പെഷ്യലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.